യൂടെക്സ് വാങ്ങാൻ ചിലവഴിച്ചത് ഹറാമാ. നിന്റെ മുഖത്ത് പകൽ സമയത്ത് പുറത്തിറങ്ങി കാമുകന്മാരെ കാണുമ്പോ, ഓട്ടോ സ്റ്റാൻഡിൽ പോയി നിൽക്കുമ്പോ, കല്യാണ വീട്ടിൽ പോയി നിൽക്കുമ്പോ മുഖത്തിന് വെളിച്ചമുണ്ടാകാൻ വേണ്ടി പ്യാരലോല് തേച്ച പൈസ ഹറാമാ. റോഡിലൂടെ നടന്നു പോകുമ്പോ ടാക്സി സ്റ്റാൻഡിൽ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വില കൂടിയ അത്ര പുരട്ടിയത് ഹറാമാണ്. അത് ആരൊക്കെ ആസ്വദിക്കുന്നു അതൊക്കെ വ്യഭിചാരത്തിന്റെ കുറ്റമാണ്. കണക്ക് പറയേണ്ട മുമ്പാണ്. നിസ്കരിക്കുമ്പോഴും ഭർത്താവിന്റെ മുമ്പിലുമാണ് പെണ്ണെ നീ സുഗന്ധം പുരട്ടേണ്ടത്, അല്ലാതെ കല്യാണത്തിന് പോകുമ്പോ വീഡിയോക്കാരന്റെ മുമ്പിലല്ല. ഇതൊക്കെ നമ്മുടെ സഹോദരിമാരും തിരിച്ചറിയണം. സങ്കടം വന്നിട്ട് കാര്യമില്ല, പ്രയാസം വന്നിട്ട് കാര്യമില്ല. ചില ചെറുപ്പക്കാർ പറയുന്ന നൗഷാദുബാക്കി എവിടെ പോയാലും പെണ്ണുങ്ങളെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും. എന്തുകൊണ്ട് അവർ പറയുന്നറിയോ? ഇപ്പൊ മിസ് കോൾ അടിക്കാൻ പഴയതുപോലെ താത്തമാരെ കിട്ടുന്നില്ല, അവര് നന്നായപ്പോ ചെറുക്കൊക്കെ സഹിക്കുന്നില്ല. സഹിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ലോകത്ത് എന്ത് സംഭവിച്ചാലും ഈ സഹോദരിമാർക്ക് ഈ മഞ്ഞത്ത് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ തോളത്ത് വെച്ചുകൊണ്ട് സങ്കടത്തോടുകൂടി വന്നിരിക്കുന്ന, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചോദിക്കുമ്പോ നാളെയും സ്വർണവും വളയൊക്കെ ഊരിത്തരുന്ന ഈ പാവപ്പെട്ട സഹോദരിമാരെ സ്വർഗത്തിൽ കിടപ്പാനുള്ള ആവേശമായിരിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനവർക്ക് ഇച്ചിരി മനസ്സ് സങ്കടപ്പെട്ടു പോയാലും കുഴപ്പമൊന്നുമില്ല. ഹിദായത്തിന്റെ വഴിയിൽ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അല്ലാഹ് ചോദിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇത്രയും പറഞ്ഞോളൂ. ഇത്ര പറഞ്ഞെന്നുള്ളത്. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നു. അമ്മായിയമ്മയും മരുമക്കളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് സ്വർണവും പണവും പണ്ടും ഒക്കെ വാങ്ങി വന്ന മരുമോളുടെ അമ്മായിക്ക് വലിയ സ്നേഹമാണ്. ലൈല എന്റെ സ്വർണ്ണ മോളാ. കാരണം എന്താ? അവള് വന്നപ്പോൾ 100 പവനാണ് കൊണ്ടുവന്നത്, ചക്കരക്കുട്ടി. മറ്റൊരു ദീനീ പ്രവർത്തകനാണ്. അവനൊരു ചെറ്റക്കുടിൽ നിന്ന് ഒരു പാവപ്പെട്ട പെണ്ണിനെ കൊണ്ടുവന്നു. എല്ലാം കൂടെ തൂക്കി നോക്കിയപ്പോ 3.5 പവനുണ്ട്. പെണ്ണിനെ മൊത്തത്തിൽ തൂക്കിയപ്പോ അമ്മായിക്ക് അവളെ കാണുമ്പോ വന്ന് വേറെ തിന്നു പഠിച്ചാണ് നടന്നോടെ എന്ന് പറഞ്ഞിട്ട് ഈ മരുമോളെ മാത്രം കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള അമ്മായിമാരുണ്ട്. ഇപ്പോഴും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? മരുമക്കളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന അമ്മായിമാർ ഒഴിവാക്കണം നമ്മൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മനസ്സ് നന്നാക്കണം. ഇത് പറയുമ്പോൾ ചില മരുമക്കൾക്ക് സന്തോഷമാകും. ചില അമ്മായിമാര് പറയും, ഉസ്താദേ ഞാൻ പാവപ്പെട്ടവളാണ്, പക്ഷേ ഞാൻ കുടിക്കണ കഞ്ഞിയിൽ വിഷം കളക്കാൻ വേണ്ടി ഇപ്പൊ ഒരു മൂദേവി വന്ന് കയറി കഴിഞ്ഞ മാസം എന്റെ തഹജ്ജുദ് നിസ്കാരം വരെ മുടക്കി സുജൂദിൽ കിടന്നപ്പോൾ ഒറ്റടി തലേ കുത്തി എങ്ങനെ കൊടുക്കും. പിന്നെ അടുത്ത റമദാൻ പോലെ തറാവിസ്കരിക്കാൻ പറ്റൂല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള മരുമക്കളുണ്ട്. അതുകൊണ്ട് മരുമോളും ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കണം. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ചോദ്യം ഭയന്നുകൊണ്ടല്ലേ പാതിരാത്രി ഇസ്ലാമിക ചരിത്രത്തിൽ ഹാസിബൂ ഖബല അൻ തുഹാസബൂ ആരാണ് പഠിപ്പിച്ചതെന്നത് പ്രിയപ്പെട്ടവരെ? ഉമർ ഇബ്നുൽ ഖത്താബ് പാതിരാ സമയം തന്റെ റൂമിലേക്ക് കടന്നു വന്നുകൊണ്ട് ചാട്ടവാറുകൊണ്ട് ശരീരത്തെ ഉപദ്രവിച്ചിട്ട് പറയുകയാ, ഉമറിന്റെ ശരീരമേ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ ഭാഗത്തേക്ക് വിരൽത്തുമ്പ് കൊണ്ടുപോകുമ്പോ ആ വിളക്കിന്റെ അരികിലേക്ക് നിന്റെ വിരൽത്തുമ്പെത്തുമ്പോ ചൂടടിച്ചുകൊണ്ട് അറിയാതെ പിന്തിരിയുമ്പോ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല കരന്നുകൊണ്ട് ചോദിക്കുമായിരുന്ന നാളെ എങ്ങനെയാണ് നാളെ നീ പരലോകത്ത് പടച്ച തമ്പുരാന്റെ നരകത്തിന്റെ തീയുടെ ചൂട് അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ശരീരത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വിചാരണ നടത്തുമായിരുന്നു. ഇന്നെത്ര മോശത്തരങ്ങൾ ചിന്തിച്ചു പോയി ഉമറേ, ഇന്നെത്ര മോശത്തരങ്ങൾ പറഞ്ഞു പോയി ഉമറേ. കാലം കൊതിക്കുന്ന നീതിമാനെന്ന വിഷയം കേട്ടുകൊണ്ട് കാലം ആഗ്രഹിക്കുന്ന തരത്തിലൊരു ജീവിതം കാഴ്ചവെക്കാൻ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കാരെ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, ഈ സരസിലിരുന്ന് കൊണ്ടൊന്ന് വിചാരണ നടത്തൂ ചെറുപ്പക്കാരാ. നിന്റെ ശരീരത്തിനോടൊന്ന് ചോദിച്ചു നോക്കുക, നിന്റെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കുക. ഇന്ന് നേരം പുറന്നിട്ട് എത്ര ബസാറാ പറഞ്ഞത്, എത്ര ഈവത്താ പറഞ്ഞത്, എത്ര കളവാ പറഞ്ഞത്, എത്ര കല്യാണമാ മുടക്കിയത്, എത്ര കുടുംബമാ കലക്കിയത്, എത്ര നാട്ടിലാളുകളെ ഉണ്ടാക്കിയത്. അല്ലാഹുവേ, അതിനൊക്കെ പടച്ചോനോട് സമാധാനം പറയണമെന്നൊരു ശരീരത്തെ ഉപദ്രവിച്ചുകൊണ്ട് ചോദിക്കുകയാ. ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെ ചാട്ടവാറ് കൊണ്ടടിച്ചിട്ട് ചോദിക്കുകയാ, അങ്ങനെ ചിന്തിച്ചില്ലേ, ഇങ്ങനെ ചിന്തിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു നാളെ പരലോകത്ത് ചോദിക്കുന്ന ചോദ്യം ഭയന്നുകൊണ്ട് നീതിയുടെ നിറകുടമാര ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് വലിയൊരു പരിവർത്തനം തന്നെ ഉണ്ടാക്കി കൊടുത്ത 2 മനോഹരമായ ബൈത്തുകളുണ്ട് ഇസ്ലാമിക ചരിത്രത്തില്. 2 പാട്ടുകൾ
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നീതി പറയുമ്പോൾ പറയാതിരിക്കാൻ നമുക്ക് സാധിക്കൂല. സമയം ഒരുപാട് വൈകി, എങ്കിലും ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞ് ഉമർ റളിയല്ലാഹുവിന്റെ വഫാത്ത് പറഞ്ഞിട്ട് വേണം നമുക്ക് പിരിയാൻ. ഈ 2 ബൈത്തുകൾ ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് കൊടുത്തത്. ആ 2 ബൈത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സദസ്സിൽ ധാരാളം ആളുള്ളത് കൊണ്ട് ഇപ്പോഴേ നമുക്ക് ബക്കറ്റ് കളക്ഷൻ തുടങ്ങിയെങ്കിലും തീരുള്ളൂ. വേറെ പിരിവൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നതിൽ ഏറ്റവും നല്ലൊരു സ്വതക്ക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പവ്വക്കോട് പള്ളി നിൽക്കുന്ന സ്ഥലത്ത് ഖബർസ്ഥാനില്ല. ഖബർസ്ഥാൻ വേറെ ദൂരെ ഒരു സ്ഥലത്താണ്. അപ്പൊ അവിടെ നിന്ന് പലരും മരണപ്പെടുമ്പോൾ വീട്ടിൽ വെച്ച് തന്നെ മയ്യത്തൊക്കെ നിസ്കരിച്ച് കൊണ്ടുവന്ന് അവിടെ നടക്കല. അവിടെ പള്ളി ഇല്ലാത്തത് ഒരു ബറക്കത്ത് കേട് പോലെയാണ്. അതുകൊണ്ട് നമ്മുടെ ഉപ്പമാര് കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ഒരു പള്ളി അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതിനു വേണ്ടിയിട്ടായിരിക്കണം നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വതക്ക. അല്ലാഹു വലിയൊരു സ്വതക്ക അതിന് ചെയ്യാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ കിടന്നുറങ്ങുന്ന നമ്മുടെ ഖബറിലേക്ക് ഈ ചെയ്യുന്ന സ്വതക്ക നമുക്ക് പ്രാർത്ഥനയായി വരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ കരുണക്കടലാര പടച്ചവനെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ ബക്കറ്റിലേക്ക് സ്വതക്ക ഇടുമ്പോ അല്ലാഹുവേ കബറാളികളുടെ അടുത്തൊരു പള്ളി വേണമെന്ന് പവ്വക്കോടുകാർക്ക് ആഗ്രഹമുണ്ട് നാഥാ. അതുകൊണ്ട് റഹ്മാനായ പടച്ചവനെ ഈ ബക്കറ്റ് സംഘാടകർ ഓടി നടന്ന് കൊണ്ടു ചെല്ലുമ്പോ അതിലേക്ക് സ്വതക്ക ഇടുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പേര് നോക്കാതെ, നാട് നോക്കാതെ, തുക നോക്കാതെ 100, 500, 50, 1000 ഒക്കെ ആയിട്ട് അല്ലാഹുവേ ആകെ ഈ പരിപാടിയുടെ ഈ സംഘാടകരുടെ പ്രതീക്ഷ ഈ ബക്കറ്റ് കളക്ഷൻ മാത്രമാണ്. റഹ്മാനായ നാഥ, ഇത്രയും വലിയ വിപുലമായ പരിപാടിക്ക് വേണ്ടിയിട്ട് ധാരാളം സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ പാവപ്പെട്ട മക്കൾ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് കാര്യമായ സ്വതക്കയിട്ടുകൊണ്ട് അല്ലാഹുവേ നാടിന്റെ വലിയ ഒരു ആഗ്രഹം നടക്കാൻ, ഒരു ആവേശം നടക്കാൻ വേണ്ടി ഈ സ്വതക്ക ചെയ്യുന്നവരുടെ സ്വതക്കയ്ക്ക് ഒരിക്കലും നീ ഒരു നഷ്ടവും കൊടുക്കല്ലേ അല്ലാഹ്. സ്വല്ലല്ലാഹു നബി മുഹമ്മദ്. എല്ലാവരുടെയും പേരിൽ കൊണ്ടുചെല്ലാം. വിഷയം വിശാലമാണെങ്കിലും കുറച്ചൊന്ന് ചുരുക്കിയിട്ട് ഇൻഷാ അല്ലാഹ് 12 മണിക്ക് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് പിരിയാം. അതിന് മുമ്പ് തന്നെ പിരിയാം. എല്ലാവരുടെ മുന്നിൽ വേഗം കൊണ്ടുചെല്ലണം. റളിയല്ലാഹുവിന്റെ വഫാത്ത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും പറയണം. അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് റളിയല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കുത്തേറ്റ് വീഴുന്നതും സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് മുസല്ലയിലേക്ക് മറിഞ്ഞു വീഴുന്നതും രക്തമൊഴുകുന്നതും ആ സമയത്ത് കണ്ണു തുറന്നതിന് ശേഷം പിന്നെ ആദ്യമായി പറഞ്ഞ കുറെ വസിയത്തുകളൊക്കെ ഈ സമുദായം നെഞ്ചിൽ ഓമനിച്ച് കാത്തു സൂക്ഷിക്കേണ്ട വസിയത്തുകളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം തരുന്ന ഓരോ വാക്കുകളും എല്ലാവരും കേട്ടിട്ടുള്ള ചരിത്രമാണ്. വിഷയത്തോട് ബന്ധപ്പെട്ടത് കൊണ്ട് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല കേട്ട അത്ഭുതത്തോടു കൂടി നിന്നുപോയി. ഒരു പെണ്ണിന്റെ പാട്ടാണ്. അന്നുകൊണ്ട് പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ, പക്ഷെ ഇങ്ങനത്തെ പാട്ടല്ല. ഇന്നൊരു പാട്ടുകാരി പെണ്ണ് ചാനലിൽ, ഇന്ത്യ വിഷൻ ചാനലിൽ അഭിമുഖം നടത്തിയത്രേ. ഇന്നല്ല, ഒത്തിരി നാളായി. ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിർബന്ധമായും നിങ്ങൾ കാണേണ്ടതാണ്, ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഒരിക്കൽ വേണാട് എക്സ്പ്രസിൽ ഇരിക്കുമ്പോൾ ആ സഹോദരൻ അടുത്ത് വന്നിരുന്ന മൊബൈലിലൂടെ കാണിച്ചു തരികയാണ്. പാട്ടുകാരിയായ പെണ്ണ്, തലമറച്ച പെണ്ണ്, ആ മഫ്തയിട്ട് പാട്ടുപാടുന്ന മുസ്ലിം പെണ്ണ്, പർദ്ദയിട്ട് പാട്ടുപാടുന്ന മുസ്ലിം പെണ്ണ്. ആ പെണ്ണ് അഭിമുഖത്തിൽ പറഞ്ഞു അത്രേ. ആ പെണ്ണ് അഭിമുഖത്തിൽ പറഞ്ഞു അത്രേ. എന്താണെന്നറിയോ പറഞ്ഞത്? പെണ്ണിന് പാട്ട് ഹറാമാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ബാക്കി ഖുർആനിൽ പറഞ്ഞത് മുഴുവൻ ചെയ്യണ പോലെയാ പറയാ. കേറണമെങ്കിൽ 3 കുപ്പി വേണം. കൊണ്ടുവന്ന സംഘാടകരോട് ചോദിച്ചാൽ മതി. സ്റ്റേജിൽ കയറി മൈക്കെടുക്കണമെങ്കിലേ കുപ്പി ബ്രാൻഡ് എഴുതി കൊടുക്കും. ആ മുസ്ലിം പെണ്ണ് മുസ്ലിം ഒന്നും പറയാൻ നാണമാവുകയാണ്. അള്ളാഹു നമ്മളെയൊക്കെ ഇസ്സത്ത് അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. കണ്ടില്ലേ, മലപ്പുറം ജില്ലയിലെ ഭരതനാട്യത്തിനും കുച്ചിപ്പുടിക്കും മോഹിനിയാട്ടത്തിനുമല്ല 1ാം സമ്മാനം കിട്ടിയ ഒരു മുസ്ലിം കുടുംബത്തിലെ പെണ്ണ് യൂത്ത് ഫെസ്റ്റിവലിന് കഴിഞ്ഞപ്പോൾ ആ പെണ്ണിന്റെ ഉമ്മ ചാനലുകാരോട് കുരച്ചതെന്തെന്നറിയോ? എന്താണെന്നറിയോ? മോളെ സിനിമാ നടിയാക്കാനാണ് ആഗ്രഹമത്രേ. മലപ്പുറത്തെ പെണ്ണങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കണം. നമ്മുടെ സമുദായത്തിന്റെ പോക്ക്, റൂട്ട് എങ്ങോട്ടാണെന്ന് ചിന്തിക്കണം. അല്ലേ? ഇപ്രാവശ്യം ഭരതനാട്യത്തിനും കുച്ചിപ്പുടിക്കും മോഹിനിയാട്ടത്തിനൊക്കെ നമ്പർ 1 റാങ്ക് കിട്ടി. ഇത് പറയാൻ നമ്മൾ വഴി വിചാരിക്കണ്ട. നമ്മൾ കണ്ട കാര്യമല്ലേ, നമ്മൾ അറിഞ്ഞ കാര്യമല്ലേ? ആ പെണ്ണിനെ സിനിമാ നടിയാക്കാനാണ് ഉമ്മാക്ക് ആഗ്രഹം. അത്രേ. ഷൂട്ടിങ്ങിന് കൂടെ പോവാലോ.
എന്ത് കാലഘട്ടമാണിത്. അല്ലാഹുവേ, പടച്ചവരെ, നമ്മുടെ ഉമ്മമാരിങ്ങനെ ചിന്തിച്ചു പോകുന്നല്ലോ റബ്ബേ. റഹ്മാനായ പടച്ചവരെ, മയ്യത്ത് കുളിപ്പിക്കാൻ ആളില്ലാത്ത കാലഘട്ടമാണിത്. പ്രിയപ്പെട്ട മാതാവിന്റെ കഴുത്തറക്കുന്ന കാലഘട്ടമാണിത്. ആ കാലഘട്ടത്തിൽ തന്റെ പൊന്നുപോലെ സിനിമാ നടിയാക്കാൻ ആഗ്രഹിച്ചു പോരെങ്കിലും റഹ്മാനെ, ഞങ്ങൾക്ക് അങ്ങനെ ചിന്തയില്ല. ഈ പമ്പൂക്കോട് പരിശുദ്ധമായ മജ്‌ലിസിൽ വന്നിരിക്കുന്ന ഞങ്ങൾ മരണപ്പെട്ട് സന്തോഷെടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ, ഞങ്ങളെ മയ്യത്തിന്റെ കാല് പിടിക്കാൻ ഒരു ഹാഫിളായ പൊന്നുപോലും ഞങ്ങൾക്ക് തരണമല്ലോ. അങ്ങനെ ദുആ ചെയ്യണം ഉമ്മമാരെ. നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം അതായിരിക്കണം. നമ്മുടെ മക്കൾ ഹാഫിളായില്ലെങ്കിലും അല്ലാഹു ആ സമയം ഹാഫിളീങ്ങളെ നമുക്ക് തരും, നമ്മുടെ മയ്യത്ത് ചുമക്കാൻ. എന്തൊരു ഭാഗ്യമാണ്. ഖുർആൻ ചുമക്കുന്നവർ നമ്മെ ചുമക്കുന്ന ഒരു ഭാഗ്യം നമുക്ക് കിട്ടണ്ടേ. അല്ലാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളുമാക്കി തരട്ടെ. അതുകൊണ്ട് പെണ്ണ് പാട്ടുപാടി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ചിന്തയിൽ നിങ്ങൾ ചിന്തിക്കരുത്. ആ പെണ്ണ് വീട്ടിന്റെ അകത്ത് കിടന്ന് പാടിയതെന്തെന്നറിയുമോ? ഭയപ്പെട്ടില്ലായിരുന്നെങ്കിൽ, നിഷിദ്ധമല്ലായിരുന്നെങ്കിൽ, എന്റെ ഭർത്താവിന്റെ അരികിലില്ലാത്തത് കൊണ്ട് ഒരു അന്യപുരുഷനെ വിളിച്ചു കയറ്റിയിട്ട് എന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ ശ്രമം നടത്തുമായിരുന്നു എന്ന് ഒരു പെണ്ണ് കിടന്ന് പാടുകയാ. ഈ പാട്ട് കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, ആ പെണ്ണിന്റെ ഭർത്താവ് എവിടെയാണ്? അപ്പോ സൈന്യത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, ഇസ്ലാമിക സൈന്യത്തിന്റെ പ്രവർത്തകനാണ്. അതുകൊണ്ട് അവരൊക്കെ വർക്കിന് പോയിരിക്കാണ്, ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു നേരെ പോയി തന്റെ പ്രിയപ്പെട്ട മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, മോളെ ഹഫ്സ, വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണിന്റെ ഭർത്താവ് അരികിലില്ലാതെ എത്ര നാൾ ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു. വികാര വിചാരങ്ങളെ തുറന്ന ചോദ്യമാണ് മോളോട്. മോൾക്ക് നാണം വന്ന് അകത്ത് കയറിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹഫ്സ, ഒരു വിളി അങ്ങോട്ട് വിളിച്ചപ്പോ ഹഫ്സ ഓടി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇത് ചോദിക്കുന്നത് നിന്റെ ഉപ്പ ഉമറല്ല, ഈ നാടിന്റെ ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബാണ്. ഇത് ചോദിച്ചപ്പോ ഹഫ്സ ഒന്ന് വരണ്ടു. എന്നിട്ട് ഹഫ്സ പറഞ്ഞു, 1 മാസം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു കണ്ണുരുട്ടി. 1 മാസം പറ്റുള്ളൂ? ഹഫ്സ പറഞ്ഞു 2 മാസം. വീണ്ടും ഒന്നുകൂടി ഉരുട്ടി. ലാസ്റ്റ് പറഞ്ഞു 4 മാസം. പിന്നെ ഉരുട്ടിയപ്പോ ഹഫ്സ പറഞ്ഞു, ഇനി ഉരുട്ടണ്ട, 4 മാസം പറ്റുള്ളൂ. 4 മാസം പറ്റുള്ളൂ. ചിന്തിച്ചു നോക്കി. വിദേശ രാജ്യത്ത് കഴിയുന്ന ഭർത്താക്കന്മാരുടെ നാട്ടിലുള്ള ഭാര്യമാരെ ചാക്കിലാക്കാൻ വേണ്ടി മൊബൈൽ ഫോണും ക്യാമറകളുമായി കറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരായി നിങ്ങൾ മാറരുത്. അവർ സാധുക്കളാണ്. അവർ ജീവിച്ചു പോട്ടെ, അവർ രക്ഷപ്പെടട്ടെ, അവർ അല്ലാഹുവിനെ ഭയന്നിരിക്കട്ടെ, അവർ ഖുർആൻ ഓതട്ടെ, അവർ തസ്ബീഹ് ചൊല്ലട്ടെ. അബൂദാബിയിൽ ഞാൻ പ്രസംഗത്തിന് പോയപ്പോൾ അവിടുത്തെ സ്റ്റേജിൽ ഞാൻ പ്രസംഗിച്ചു. നാട്ടിൽ നിങ്ങൾ ഭാര്യമാരെ വിളിക്കുമ്പോൾ 5 മിനിറ്റും 10 മിനിറ്റും രസങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഫോൺ വെക്കാൻ നേരം മരണവും ഖബറും പരലോകവും നിങ്ങൾ പറയണം, എന്നിട്ടേ നിങ്ങൾ ഫോൺ വെക്കാവൂ. ഇല്ലെങ്കിൽ നിന്റെ ഭാര്യ ചിലപ്പോൾ നിന്നെ മറക്കാൻ സാധ്യതയുണ്ട്, എത്ര വിശ്വസ്തരാണെങ്കിലും ശരി. ഇത് പറഞ്ഞ് ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം വിളിച്ചു പറയാണ്, ഉസ്താദെ, എനിക്ക് പെട്ടെന്ന് നാട്ടിൽ പോയേ പറ്റും. ഞാൻ ചോദിച്ചു, എന്തേ പ്രശ്നം? ഞാനിപ്പോ വന്നിട്ട് 2 മാസമായുള്ളൂ ഉസ്താദെ, സാധാരണ 2 വർഷം നിന്നിട്ടാ പോവാ. ഞാൻ മിനിങ്ങാന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ ഫോൺ വിളിച്ചു, നെറ്റിലൂടെ സംസാരിച്ചു. 10-20 മിനിറ്റ് കാര്യങ്ങളൊക്കെ കുറെ സംസാരിച്ചു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ മരിച്ചുപോയ നിനക്കാരാ? ഖബറിനെ നീ ഓർമ്മിക്കുന്നുണ്ട്? പരലോകത്തെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ട്? നീ ഇന്ന് യാസീനോ ഇതൊക്കെ കുറെ ചോദിച്ചപ്പോ പെണ്ണ് ചോദിച്ചു, എന്റെ ഇക്കാക്ക് എന്ത് പറ്റി? ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ. ഫോൺ കട്ട് ചെയ്തു. പിന്നെ നാട്ടിൽ നിന്ന് ഉമ്മ വിളിക്കണോ ഉപ്പ വിളിക്കണോ, എടാ ഏതെങ്കിലും ഉസ്താദം ടിക്കറ്റ് എടുത്ത് കയറ്റി അങ്ങോട്ട് വിടണോ ഓതാൻ, നിനക്ക് എന്ത് പറ്റി? അവിടെയും ശൈത്താനുണ്ടോ? വാദം കൂടിയെന്നോ ചോദിക്കാം. സൗദിയിൽ അല്ല ദുബായിൽ ചോദ്യം തിരിച്ച് അങ്ങനെ അയാൾ പറയുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും നാട്ടിൽ മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് കയറിപ്പോയി പരിഹാരം ഉണ്ടാക്കിയിട്ട് തിരിച്ചു പറഞ്ഞോളൂ. നാട്ടിലാകെ വീടിനകത്ത് പൂജയൊക്കെ നടക്കുക, അത്ര എന്റെ അസുഖം മാറ്റാൻ വേണ്ടി. അവൻ ആകെ ചോദിച്ചത് മരിക്കുമെന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞോളൂ. ഇപ്പൊ സംഭവം ആകെ വശമായിരിക്കാം. അപ്പൊ ഇത് നമ്മൾ ആലോചിക്കണം. ഇത് നമ്മുടെ ഭാര്യമാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഫോൺ വിളിക്കുമ്പോൾ ചുരിദാറിന്റെ കണക്ക് മാത്രം ചോദിച്ചാൽ പോരാ, പറഞ്ഞു കൊടുക്കണം. നമ്മള് അല്ലാഹുവിന്റെ പള്ളിപ്പറമ്പിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കണം. നമ്മള് എന്റെ സഹോദരിമാരെ, ഭർത്താവ് അരികിലില്ലെങ്കിൽ പെണ്ണേ, നിന്റെ മനസ്സ് നൂലില്ലാ പട്ടം പോലെ പറക്കുന്ന മനസ്സാണ്. അത്
അത് ഉസ്താദിന്റെ ഭാര്യയാണെങ്കിലും തങ്ങളുടെ ഭാര്യയാണെങ്കിലും ശരി, എത്ര വലിയ മുഅ്മിനത്താര നിസ്കാരത്തിടമുള്ള ഭർതയിട്ട മത്തയിട്ട പെണ്ണാണെങ്കിലും ശരി, അതുകൊണ്ട് പെണ്ണേ എന്നും യാസീനോദിട്ട് ദുആരക്കണം മോളെ, സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യണം മോളെ. അല്ലാഹുവേ, നിക്കാഹ് കഴിഞ്ഞ വർഷങ്ങളായി വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന 3-4 കൊല്ലം കഴിഞ്ഞിട്ട് 1 മാസമോ 20 ദിവസമോ മാത്രം നാട്ടിൽ വന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട കുടുംബിനികളുടെ ജീവിതത്തിന് ബറക്കത്ത് കൊടുക്കല്ലോ. ദുആ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. എന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, ഭർത്താക്കന്മാര് ഗൾഫിലുള്ള ഭാര്യമാരെ വേട്ടയാടുന്ന ചില പിശാചുക്കളായി ജീവിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട്. അവരെ കൈകാര്യം ചെയ്യേ സമുദായത്തിന്റെ ചുണക്കുട്ടന്മാര് രംഗത്ത് വന്നില്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന്റെ സഹോദരിമാരുടെ കാര്യം പോക്കാ. അവര് പാവപ്പെട്ടവരല്ലേ, അവര് സാധുക്കളല്ലേ, അവർക്ക് ഭദ്രതയോടെ ജീവിക്കാനുള്ള അവസരം കൊടുക്കേണ്ടത് സമുദായത്തിന്റെ ചെറുപ്പക്കാരാ. 4 മാസം എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോയിട്ട് നിയമം എഴുതി വെക്കുകയാണ്. ഞാൻ ഏത് രാജ്യത്തേക്ക് ഏത് ജോലിക്കാരെ വിട്ടാലും 4 മാസത്തിനകത്ത് അവർ തിരിച്ച് നാട്ടിൽ വന്നുകൊള്ളണം എന്ന നീതിയുടെ നിറകുടം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതി വെച്ചു. ഏതുമറായി എഴുതുന്നെന്നറിയോ? പിറന്നു വീണ പെൺമക്കളെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടുമ്പോൾ, പിറന്നു വീണ പെൺമക്കളെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടുമ്പോ ഏതെങ്കിലും ഒരു ഉപ്പാക്കി കൈവരച്ചു പോയാൽ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി, ഞാൻ കുഴിച്ചു മൂടാമെന്ന് പറഞ്ഞ ആയിരക്കണക്കിന് പെൺമക്കളെ മണ്ണ് മാന്തിയിട്ട് കുഴിച്ചു മൂടിയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ പറയുന്നത്. ഒരു പെണ്ണിന്റെ മനസ്സിന്റെ സങ്കടം മാറ്റാൻ തന്റെ അധികാരത്തിന്റെ കസേരയിൽ നിന്നുകൊണ്ട് പൊട്ടിത്തകർന്നുകൊണ്ട് എഴുതി വെക്കുകയാ, 4 മാസത്തിനപ്പുറം ഭാര്യയുടെ അരികിൽ നിന്ന് ഭർത്താവ് മാറിപ്പോകാൻ പാടില്ല. ഉണ്ടോ? ആ പരിവർത്തനം കൊടുത്തത് ഖുർആനാണ്. ആ പരിവർത്തനം കൊടുത്തത് ലോകത്തിന്റെ നാടകന്റെ മാരണമാണ്. ആ മനസ്സിന്റെ സ്നേഹമാണ്. നമുക്കെന്തേ പരിവർത്തനം കിട്ടാത്തത്? കിട്ടണം, ഈ ചരിത്രത്തിലൂടെ കിട്ടണം. 2ാമത്തെ ബൈത്ത് ഏതെന്നറിയുമോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിന് വല്ലാത്ത നീതിയുടെ പരിവർത്തനം കൊടുത്ത 2ാമത്തെ ബൈത്ത് ഏതെന്നറിയുമോ? ഇതുപോലെ ഒരു പെണ്ണ് പാടിയ പാട്ടാണ്. ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഉശ്രിബുഹാ അം ഹൽ സബീലിൻ ഇലാ ചുരുക്കി പറയുകയാണ്. 2ാമത്തെ ബൈത്ത് ഒരു പെണ്ണു, അതും പെണ്ണു പാടിയതാണ്. കാരണം എന്താ? ആണുങ്ങൾക്കൊന്ന് പാട്ട് പാടാനുള്ള നേരമില്ല. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാത്തിനെയും മുൻമുലെ നിർത്തിയിരിക്കുക, പാട്ടൊന്നും വരൂല. പെണ്ണിങ്ങനെ പാട്ട് പാടുക. ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഉശ്രിബുഹാ, ഒരു കുപ്പി കള്ള് കിട്ടിയിരുന്നെങ്കിൽ കുടിക്കാമായിരുന്നു റബ്ബേ. ഒരു പെണ്ണ് പാടുകയാണ്. ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഉശ്രിബുഹാ, കള്ള് കിട്ടിയിരുന്നെങ്കിൽ കുടിക്കാമായിരുന്നു. ഇനി ഒരു പക്ഷേ കള്ളില്ലെങ്കിൽ പോട്ടെ. അം ഹൽ സബീലിൻ ഇലാ നസ്റുബിൻ ഹുജ്ജാജി, കള്ളില്ലെങ്കിലും കുഴപ്പമില്ല, നസ്ർ ബിൻ ഹുജ്ജാജ് എന്ന ചുണക്കുട്ടനെ കിട്ടിയാൽ മതി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരടാ ഈ നസ്ർ ബിൻ ഹുജ്ജാജ്? ആളെ വിട്ട് അന്വേഷിച്ചിട്ട് രാവിലെ എന്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ നസ്ർ ബിൻ ഹുജ്ജാജ് ഇങ്ങനെ വരികയാണ്. അതാ വരുന്നു നസ്ർ ബിൻ ഹുജ്ജാജ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നല്ല പൊക്കവും നല്ല തടിയും നല്ല ഗ്ലാമറും ആയിട്ട് നസ്ർ ബിൻ ഹുജ്ജാജ് ഇങ്ങനെ നടന്നു വരികയാണ്. അതിങ്ങനെ ആലോചിക്കുകയാണ്, പണ്ട് അബ്ദുർ റഷീദ് ഉസ്താദൊക്കെ സ്റ്റേജിൽ ഇരുന്നിട്ടുണ്ടല്ലോ, ഈ പൊക്കം ഇതിനേക്കാളും പൊക്കം ഉണ്ടായിരുന്നു. എന്തുമായിരുന്നു റബ്ബേ, കറുത്ത ഗ്ലാസ്, ഈ മുഖത്ത് കറുത്ത ഗ്ലാസ്, ദാടി എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു കറുത്ത ദാടി, അതിനിടയിൽ ചുമന്ന 2 ചുണ്ട്, എന്നിട്ട് തലയിൽ ഒരു കറുത്ത തൊപ്പി. ജൂനിയർ മഅദിനി ഗർജിക്കുന്ന സിംഹം എന്ന് പറഞ്ഞ് ഈ ഭാഗത്തൊക്കെ കുറെ വന്നിട്ടുണ്ടാവും പണ്ടൊക്കെ. എന്നിട്ട് ഇങ്ങനെ ശരിക്കും വാതായിരുന്നു. സ്റ്റേജിൽ കയറി നിന്നാലുണ്ടല്ലോ, ഇത് ഇത്ര തടിയെന്നല്ല, ഇതിനേക്കാളും തടിയാണ്, ഗാംഭീര്യമാണ്. ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഇരുത്തിയിട്ട് പുകഴ്ത്തുന്ന സ്വഭാവം എനിക്ക് പണ്ടേയില്ല. ഏത് ചെയ്തുകൊണ്ടിരുന്നാലും ഞാൻ പുകഴ്ത്തത്തില്ല. ഇഷ്ടമുള്ള ആൾക്കാർ ഒരു മിച്ചിരി ഒന്ന് പറയും, അതങ്ങനെയാണ്. പക്ഷെ ആ പ്രിയപ്പെട്ട ഉസ്താദുകൾ ഇപ്പൊ നീ കാണുമ്പോൾ ഒരുപാട് രൂപങ്ങളൊക്കെ പെട്ട് അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. നസ്ർ ബിൻ ഹുജ്ജാജ് ഇങ്ങനെ നടന്നു വന്ന് വലിയ ഗാംഭീര്യത്തോടു കൂടി, എന്തൊരു സൗന്ദര്യമാ കാണാൻ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചുമ്മാതല്ലടാ പെണ്ണുങ്ങൾ പാട്ട് പാടുന്നവ. അടുത്തേക്ക് വന്നു. സുബ്ഹാനല്ലാഹ്, നല്ല ഗ്ലാമർ. ഉമർ റളിയല്ലാഹു അൻഹു മൊത്തം ഒന്ന് നോക്കിയിട്ട് അവന്റെ ഗ്ലാമറിന്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ നല്ല മുടിയാണ്, ഇവിടം വരെ വളർത്തിയിട്ട നല്ല തടിച്ചു കൊടുത്ത മുടി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ രാവിലെ പോയി മുട്ട അടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പറഞ്ഞാൽ ചെയ്തേ പറ്റുള്ളൂ. ക്ലീൻ ആയിട്ട് രാവിലെ വരികയാണ്. വന്നപ്പോ സുബ്ഹാനല്ലാഹ്, മുടി അങ്ങോട്ട് മാറിയപ്പോ അതിനേക്കാളും ഗ്ലാമർ. ഉമർ റളിയല്ലാഹു അൻഹു നടക്കൂലേ, ഇനിയിപ്പോ തല വെട്ടാൻ പറ്റുമോ?
മുടി അങ്ങോട്ട് മാറ്റിയോടി അതിനേക്കാളും ഗ്ലാമർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട സഹോദരനോട് നസറുൽ ഹുജാജിനോട് പറയുക, നാളെ വരുമ്പോ നീ തലയിൽ ഒരു തലയിൽ കെട്ട് കെട്ടിക്കൊണ്ടുവാ. ചില ആൾക്കാർ തലയിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതാവില്ല, അതങ്ങനെ കെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. പിറ്റന്ന് തലയിൽ കെട്ടിക്കൊണ്ടുവന്നപ്പോ സുബ്ഹാനല്ലാഹ് ഒരു രാജകുമാരൻ വരുന്ന പോലെ ഗ്ലാമറോട് ഗ്ലാമർ റളിയല്ലാഹു പറഞ്ഞു വരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിനക്കൊരു വലിയ ഉദ്യോഗം തരികയാണ് വിദേശത്തേക്ക്, ഞാൻ വിളിക്കുമ്പോ വന്നാൽ മതി എന്ന് പറഞ്ഞ് കയറ്റി വിട്ടു. നാട്ടിൽ നിന്ന് കയറ്റി വിട്ടു. എന്തിനാ? ആ നാട്ടിലെ പെണ്ണുങ്ങളുടെ സമാധാനത്തിന് വേണ്ടി. ആരാണിത് ചെയ്യുന്നത്? ആലോചിച്ച് നോക്കി. ഒരു പെണ്ണിന്റെ വിഷയത്തിൽ പോലും അള്ളാഹുവിനോട് ചോദ്യം ചെയ്താൽ എനിക്ക് പേടിയാവുന്നു എന്ന് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞിട്ട് നിലവിളിച്ചു പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തിലേക്ക് ഞങ്ങൾക്ക് ഇനി കടന്നു വരാം. അതുകൂടി പറയാതെ പവക്കോടുകാരെ പറഞ്ഞു വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. സുബ്ഹാനല്ലാഹ്, എത്രയോ പ്രഭാഷണങ്ങൾ ഞാൻ വീട്ടിനകത്തിരുന്ന് പള്ളിയിലിരുന്ന് തയ്യാറാക്കി, ഉസ്താദുമാരുടെ മുമ്പിലിരുന്ന് തയ്യാറാക്കി. മഹദി ഫാത്തിമ മഹിളകൾക്ക് മാതൃക എന്ന വിഷയം ഉൾപ്പെടെ അള്ളാഹുവിന്റെ പടവാളെന്ന ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയം ഉൾപ്പെടെ ഈജിപ്തിലെ മാണിക്യമെന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം ഉൾപ്പെടെ ഒരുപാട് വ്യക്തികളുടെ ചരിത്രം ഇങ്ങനെ കിതാബിൽ നിന്ന് ചരിത്ര പുസ്തകത്തിൽ നിന്ന് കോർമ തയ്യാറാക്കി എടുത്തപ്പോ ഏറ്റവും അധികം എന്റെ പ്രിയമുള്ളവരെ എഴുതിക്കൊണ്ടിരുന്നപ്പോ പൊട്ടിക്കരഞ്ഞു പോയ ഒരേ ഒരു ഭാഗം പ്രിയപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത് മാത്രമാണ്. സഹിക്കാൻ പറ്റൂല, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ആ പ്രിയപ്പെട്ടവർ ഇവിടെ പറഞ്ഞു പോകുന്ന രംഗം നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. കുത്തേറ്റുകൊണ്ട് മരഞ്ഞു വീടുന്ന രംഗം നമുക്ക് ആലോചിക്കാൻ പറ്റൂല. എത്രയോ പാവപ്പെട്ടവർക്ക് സഹായം ചെയ്തു പോരാ. അല്ലാഹുവിന്റെ റസൂലിനെ വാരി പിണഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ച് നിയന്ത്രിച്ചുകൊണ്ടല്ലാതെ എന്നെ കൊണ്ട് കഴിയില്ല. എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കഅബുൽ അഹ്ബാറിനെ കാണുകയാ. കഅബുൽ അഹ്ബാർ എന്ന് പറയുന്ന പുരോഹിതനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഉമറാണെങ്കിൽ ഇന്നു മുതൽ 3-ാമത്തെ ദിവസം നിങ്ങൾ മരണപ്പെടും. ഇന്നു മുതൽ 3-ാമത്തെ ദിവസം നിങ്ങൾ മരണപ്പെടും എന്ന് പറഞ്ഞു. റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ 3-ാമത്തെ ദിവസം മരണപ്പെടുമെന്ന്? അയാൾ പറഞ്ഞു, തൗറാത്തിൽ പറയുന്നുണ്ട്. റളിയല്ലാഹു അൻഹു ചോദിച്ചു, തൗറാത്തിൽ എന്നെ കുറിച്ച് പറയുന്നുണ്ടോ? കഅബുൽ അഹ്ബാർ പറഞ്ഞു, തൗറാത്തിൽ നിങ്ങളെപ്പോലെ ഉയരമുള്ള, നിങ്ങളെപ്പോലെ ഗാംഭീര്യമുള്ള, നിങ്ങളെപ്പോലെ ചരിത്രമുള്ള ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾ നിങ്ങളാണെങ്കിൽ 3-ാമത്തെ ദിവസം നിങ്ങൾ മരണപ്പെടുമെന്ന് പറഞ്ഞു. 2-ാമത്തെ ദിവസവും കഅബുൽ അഹ്ബാറിനെ കണ്ടപ്പോൾ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട ഉമറേ, ഇനി നാളെ ഒരൊറ്റ ദിവസം കൂടി മാത്രമേ നിങ്ങൾക്ക് ആയുസ്സുള്ളൂ. മറ്റന്നാൾ പ്രഭാതത്തിൽ നിങ്ങൾ മരണപ്പെടും. റളിയല്ലാഹു അൻഹു ഭയന്നില്ല. ആരുടെ മുന്നിലും ഭയപ്പെടൂലല്ലോ, ആരുടെ മുന്നിലും ഭയമില്ലല്ലോ. അവിടെ ആ ധീരനാര വീരനാര ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കഅബുൽ അഹ്ബാർ പറഞ്ഞതിന്റെ 3-ാമത്തെ ദിവസം, അഥവാ ഹിജ്റയുടെ 23-ാം വർഷം ദുൽഹജ്ജ് മാസം 26-ാം തീയതി പതിവ് പോലെ സുബഹി നിസ്കാരത്തിന് വേണ്ടി അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നു പോവുകയാ. ഏത് മഹാന്മാരെ ചരിത്രം പഠിച്ചാലും മരണപ്പെട്ടു പോരെങ്കിലും സുബഹി നിസ്കാരത്തിന്റെ സമയം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അല്ലാഹുവേ, നിസ്കാരത്തിലായിരിക്കുമ്പോ മരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തരണേ റബ്ബേ. സുജൂദിലായിരിക്കുമ്പോ മരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തരണേ അല്ലാഹ്. ഇൽമിന്റെ മജ്ലിസിൽ നിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ മരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തരണേ അല്ലാഹ്. മക്കയിലും മദീനയിലും ഒക്കെ മരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ എന്നറിയില്ല. എന്നാലും അല്ലാഹുവേ, നിങ്ങൾക്ക് നീ തന്ന ആത്മാവിനെ വലിച്ചൂരിയെടുക്കുന്നു. അതാ പുണ്യ സ്ഥലത്ത് വെച്ചാകണേ റബ്ബേ. ഇപ്പൊ ഞാൻ 27-ാം 28 തീയതികൾ പാണ്ടിക്കാട് പറയുന്ന ആത്മാവും അസ്രായേലും എന്ന വിഷയത്തിന്റെ ഒരുക്കത്തിലാണ്. അവസാന പണിയൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് എല്ലാ തുണ്ടും ആയത്തുകളും ഹദീസുകളും ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. വലിയ സംഭവമാണ്. ഇസ്രായേലിന്റെ രംഗമൊക്കെ ഞെട്ടിപ്പോകും സഹോദരങ്ങളെ. അല്ലാഹു തആല അത് പറയുമ്പോഴും കേൾക്കുമ്പോഴും നമുക്കൊരു വലിയ പരിവർത്തനം അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അത് മാത്രമേ ഉള്ളൂ. അതുകൂടി കേട്ടിട്ട് നമ്മൾ നന്നായില്ലെങ്കിൽ പിന്നെ വലിയ വാദിന്റെ ആവശ്യമില്ല, ഒരിക്കലും നന്നാവാൻ പോണില്ല.
അല്ലാഹു തആല നമുക്ക് ഹിദായത്ത് തരട്ടെ. ഭയന്ന് വിറച്ച് സരസിലിരുന്നു കൊണ്ടൊരു മാറ്റം നമുക്കുണ്ടാവണം. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് വേണ്ടി സുബഹി നിസ്കാരത്തിന് വേണ്ടി പോവാൻ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ പള്ളിയിലെ സഹാബികളൊക്കെ സഫുകൾ നേരെയാക്കുകയാണ്. കാരണം എന്തേ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് യുസവ്വുന്ന സുഹൂവക്കും യുഹാരിഫന്നല്ലാഹു ബൈന ഖുലൂബിക്കും. നിങ്ങളുടെ സഫുകൾ നിങ്ങൾ നേരെയാക്കി നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ പരസ്പരം വേർതിരിഞ്ഞു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രകാരം ഉമർ റളിയല്ലാഹു അൻഹു വലിയ കണിശമായ തീരുമാനമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്ന് സഫ് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാൽ അല്പം പുറകിലോട്ട് നിന്നാൽ നിസ്കാരം കഴിഞ്ഞാൽ അവന് പണിഷ്മെന്റ് ഉറപ്പാണ്. കയറി നിൽക്കാൻ പറയും. സലാം വീട്ടിട്ട് പ്രത്യേകിച്ച് വിളിച്ച് പണി കൊടുക്കും. നമ്മുടെയൊക്കെ ഞാൻ കാപ്പിൽ ഉമർ ഉസ്താദിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട് 1 കൊല്ലം. അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. പൊട്ടച്ചറ അൻവരി അറബി കോളേജിൽ ആ ബഹുമാനപ്പെട്ടവര് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വിദ്യാർത്ഥികൾ തെറ്റ് ചെയ്താൽ ഭക്ഷണം കഴിക്കാതെ റൂമടച്ചിരുന്ന് കളയും. സഹിക്കാൻ പറ്റുമോ നമുക്ക്? അല്ലാഹു എങ്ങനെ ഇരിക്കും? ഈ തെറ്റ് ചെയ്തവൻ തിരിച്ച് റൂം തുറന്ന് ഉസ്താദിന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയുന്നത് വരെ പിന്നെ ഉസ്താദ് പച്ചവെള്ളം കുടിക്കൂല. അങ്ങനെ ഒറ്റക്കിടത്തയാണ്. എന്തൊരു തീരുമാനമാണ്! സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ചില തീരുമാനങ്ങളൊക്കെ ഇച്ചിരി കട്ടിയാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് വളരെ വലിയ റാഹത്താണ് മനസ്സിന് വരിക. റളിയല്ലാഹുവിന്റെ തീരുമാനം ശക്തമാണ്. സഫിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ആരെങ്കിലും തെറ്റി നിന്നാൽ അവൻ അവസാനം പണി ഉറപ്പാണ്. നമ്മുടെ പള്ളികളിൽ സഫ് നിൽക്കുന്ന കോലം ഒന്ന് കാണും. വലിയ വലിയ സമ്പന്നരൊക്കെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു കാലം എവിടെ മറ്റേ കാലം എവിടെ അതിന്റെ അടിയിലൂടെ 4 ഓട്ടോറിക്ഷ ഓടിക്കളിക്കും. കാരണം എന്താ? അവൻ പള്ളിക്ക് വേണ്ടി 50,000 രൂപ കൊടുത്ത ആളാണ്. അതുകൊണ്ട് കാലം അത്രയും വെച്ചെങ്കിൽ അത്രയും ഉപയോഗം ഉണ്ടാവുള്ളൂ അല്ലേ? ചില ആൾക്കാരെങ്ങനെയാണ്. പിന്നെ അങ്ങനെ തന്നെയാണ്, ചേർന്ന് നിൽക്കൂല. ചാപ്പായാട്ട് വല്യാപ്പ വണക്കം, കളിയനാട്ട് മച്ചമ്പി വണക്കം. അതുകൊണ്ട് അങ്ങോട്ട് ചേർന്ന് അങ്ങനെയാണ്. പള്ളിക്കകത്ത് വന്നാലും നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ പടപ്പെരിപ്പോ നമ്മുടെ കുടുംബ മഹിമയും നിന്റെ വാതിൽ എഴുതി വെച്ചിരിക്കുന്ന തറവാട്ടിന്റെ പേരും അള്ളാന്റെ പള്ളിക്കകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല സഹോദര. ഇതൊക്കെ ആരോട് പറയാനാ? നമ്മൾ എല്ലാവരും ഒക്കെ ആ രീതിയിലായി പോയില്ലേ? ഒരു പാവപ്പെട്ടവന്റെ ശരീരത്തോട് നിന്റെ കാല് ചേർത്ത് വെച്ച് നിസ്കരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് കുഷ്ഠരോഗം പടരാനൊന്നും പോകുന്നില്ല. എന്തൊരവസ്ഥയാണ് നമ്മുടെ പള്ളികൾക്കകത്ത് നടക്കുന്നത്. ചേർന്ന് നിൽക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ചേർന്ന് നിന്നെങ്കിലേ നമുക്കും ചേരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ സമുദായം ചേരൂല എന്നുള്ള കാര്യം 101% ഉറപ്പാണ്. പള്ളിക്കകത്ത് എന്ന് ചേർന്ന് നിൽക്കോ അന്ന് നമ്മുടെ സമുദായം ചേരും. എന്ന് നമ്മൾ പിണങ്ങി നിൽക്കോ അതുവരെ നമ്മൾ പിണങ്ങിക്കൊണ്ടിരിക്കും, തമ്മിലടിച്ചുകൊണ്ടിരിക്കും, ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കും, തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കും, ശത്രുക്കൾ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കും. സംശയമില്ല കാര്യത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹു ശക്തമായ തീരുമാനമാണ്. ഒരാൾ പോലും സഫിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. അതുകൊണ്ട് അതൊക്കെ റെഡിയാക്കി വെച്ചു. പക്ഷേ ആ പള്ളിക്കകത്തുന്ന സഹാബികളുടെ കൂടെ ഒരാൾ കടന്നുകൂടിയിരുന്നു. സഹാബികൾ അറിഞ്ഞിരുന്നില്ല. സഹാബികൾക്കിടയിലൂടെ ഒരാൾ കടന്നുകൂടിയിരുന്നു. അത് സഹാബികളാരും കണ്ടിരുന്നില്ല. ആ വ്യക്തിയുടെ പേരെന്താ? അബൂ ലുഅ്ലുഅത്ത് എന്നാണ്. അബൂ ലുഅ്ലുഅത്ത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. അയാൾ വലിയ കമീസ് ധരിച്ചുകൊണ്ട് അറബികൾ ധരിക്കുന്ന സഹാബികൾ ഇടുന്ന പോലെ സാലിടുമായിരുന്നു. തലയിൽ ഇങ്ങനെ വലിയ സാലിങ്ങനെ ഇടുമായിരുന്നു. അറേബ്യൻ രാജ്യത്ത് പോയവർക്കറിയാം, അവര് സാലിടുമ്പോൾ നെറ്റിയുടെ ഭാഗം ഇങ്ങനെ താഴ്ത്തി മുഖത്തിന്റെ ഇങ്ങനെ പകുതി ഭാഗത്തോളം ഇങ്ങനെ ഇട്ട് ഇവിടെ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടാണ് ഇങ്ങനെ അറബിയിൽ നടക്കുക. അതുപോലെ ആ പള്ളിക്കകത്ത് എല്ലാവരും ഷാലിട്ട് കൊണ്ടിരുന്നപ്പോൾ അബൂ ലുഅ്ലുഅത്ത് മുഖത്തിന്റെ പകുതിയോളം മറച്ച് ഷാലിട്ട് കൊണ്ടുവന്നു. ആരും കാണില്ല. അതുമല്ല അവിടെ അങ്ങനെ ആരും കടന്നു വരില്ല. സഹാബത്തിന് സംശയമില്ല. ആ പള്ളിക്കകത്തെ സഹാബത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോ എന്റെ സഹോദരങ്ങളെ, ഇരുതല മൂർച്ചയിൽ വിഷം പുരട്ടിയ കടാരയുമായി അബൂ ലുഅ്ലുഅത്ത് പള്ളിയിലേക്ക് കടന്നു വന്നത് സഹാബത്ത് കണ്ടില്ല. ഇടുപ്പിൽ കടാര വെച്ചിരിക്കുകയാണ്. 2 ഭാഗത്തും വലിയ മൂർച്ചയാണ്. വിഷം തേച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ കടാരയും കൊണ്ടാണ് കടന്നു വന്നത്. എന്നിട്ടോ അബൂ ലുഅ്ലുഅത്തിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ആരെ കൊല്ലാനാണ് വന്നതെന്നറിയുമോ? ഇമാമത്ത് നിൽക്കുന്ന സമയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചാടി ചെന്നിട്ട് ആ നെഞ്ചകത്തിലേക്ക്, ആ വലത്തിലേക്ക് കത്തിമുത്തണമെന്ന ആവേശത്തോടെ കാത്തിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്.
അബൂലുഹബിന്റെ കൈകാലുകളെ വിറയ്ക്കുകയാ, കഴിയുന്നില്ല. എന്നെ കൊണ്ട് സാധിക്കുമോ പേടിയാകുകയാണ്. ഉമറിനെ കാണുമ്പോ കാല് വിറയ്ക്കുകയാണ്. ഇഖാമത്ത് കൊടുത്ത് നിസ്കാരം നടക്കാൻ പോവുകയാണ്. പള്ളിക്കകത്ത് ജനങ്ങൾ എങ്ങനെ നിറഞ്ഞിരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇമാമത്തിന് വേണ്ടി നിൽക്കുകയാണ്. പുറകിലെ സഫിലറാ, ഒന്നാമത്തെ സഫിലറാ അബൂലുഹബ് നിൽക്കുകയാണ്. ആരും അറിയുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് വേണ്ടി പ്രവേശിക്കുകയാണ്. ഞാനും നിങ്ങളും നിസ്കരിക്കുന്ന പോലെ ക്ലോക്കിൽ നോക്കിക്കൊണ്ടല്ല, മുസല്ലയിലെ പടത്തിൽ നോക്കിക്കൊണ്ടല്ല, ദുനിയാവിന്റെ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടല്ല. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് വേണ്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുകയാണ്. എല്ലാ സ്വഹാബികളും പുറകിൽ നിന്ന് കൈകെട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു തൂണിന്റെ ഭാഗത്ത് ചാരി നിൽക്കുന്ന അബൂലുഹബ് കൈകെട്ടി നിൽക്കുകയാണ് എല്ലാവരെയും പോലെ. എന്നിട്ട് അബൂലുഹബ് തന്റെ വലത്തെ കൈകൊണ്ട് തന്നെ ഇടുപ്പിലിരിക്കുന്ന വിഷകൂട്ടപ്പെട്ട കടാര പുറത്തെടുക്കുകയാ. രണ്ട് ഭാഗത്തും മൂർച്ചയുള്ളതാ. കാരണം കുത്തുമ്പോൾ മാറിപ്പോയാൽ ഒരു ഭാഗത്ത് മാത്രമാണ് മൂർച്ചയുള്ളതെങ്കിൽ കുത്തുമ്പോൾ മാറിപ്പോയാൽ അറിയുമല്ലോ, കണ്ണു തുറക്കുമല്ലോ, പിന്നെ എനിക്ക് രക്ഷയില്ല, എന്നെ കൊന്നുകളയുമെന്ന് ഭയന്നിട്ട് രണ്ട് ഭാഗത്തും മൂർച്ചയുള്ള കടാര വിഷം തേച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഇനി ഉമർ ജീവിക്കാൻ പാടില്ല. ഉമറിന്റെ ശരീരത്തിലൂടെ വിഷമങ്ങ് പടർന്നു ചെല്ലട്ടെ. അബൂലുഹബ് ഇസ്ലാമിക ചരിത്രത്തില് ഏറ്റവും വലിയ വിപ്ലവം നടത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചകം തോണ്ടിയെടുക്കാൻ കാത്തിരിക്കുകയാണ്. സ്കാരം അങ്ങോട്ട് തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു ഓതാൻ തുടങ്ങി. മനോഹരമായ ഖിറാഅത്താണ്. ആ പള്ളിയുടെ ചുവരുകൾ മുഴുവനും കരഞ്ഞു പോകുന്ന ഈമാനിന്റെ ശബ്ദമാധുര്യമാണ്. ചില ആൾക്കാർ ഖുർആൻ ഓതിയാൽ അങ്ങനെയാണ്. അവർ ഹാഫിളാകണ്ട, അവർക്ക് രാഗം വേണ്ട, അവർക്ക് സ്വരം വേണ്ട, അവർക്ക് താളം വേണ്ട. അവർ ഖുർആൻ ഓതിയാ പുറകെ നിൽക്കുന്ന ഞങ്ങളുടെ നെഞ്ചെന്ന് പിടഞ്ഞു പോകും. അത് ഈമാനിന്റെ വശ്യതയായ സൗന്ദര്യമാണ് പ്രിയപ്പെട്ടവര്. അതുപോലെ റളിയല്ലാഹു അൻഹു ഓതുമ്പോ അബൂലുഹബ് ചാടുകയാ. ഒന്നാമത്തെ സഫിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചാടുകയാ. എന്നിട്ട് ഒന്നും ആലോചിക്കുന്നില്ല, ഒന്നും ചിന്തിക്കുന്നില്ല. തട്ടം തന്റെ തലയിൽ നിന്ന് മാറ്റുകയാ. എന്നിട്ട് തോളത്തേക്ക് ഇട്ടുകൊണ്ട് ആവേശത്തോട് വിഷമൂട്ടപ്പെട്ട കടാര ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹിയുടെ മാർഗ്ഗത്തിലേക്ക് തലചായ്ച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ ബഹുമാനപ്പെട്ടവരുടെ നെഞ്ചിന്റെ താഴ്ഭാഗത്തേക്ക് ആഞ്ഞുകുത്തുകയാണ്. ഒന്നല്ല പ്രിയപ്പെട്ടവരെ, 3 പ്രാവശ്യം കുത്തുകയാണ്. ഒരു ശബ്ദവും പുറത്തു വന്നില്ല. എന്നിട്ടറാ പൊക്കളിന്റെ താഴ്ഭാഗത്ത് കത്തി വലിച്ചൂരിയിട്ട് വീണ്ടും കുത്തുകയാണ്. ഒരു പർവ്വതം അറിയുന്ന പോലെ പള്ളിക്കകത്ത് നിന്ന നിൽപ്പിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറിഞ്ഞു വീഴുകയാണ്. അബൂലുഹബ് ഇറങ്ങി ഓടുകയാണ്. ഒന്നുകൊടുത്ത് കൊണ്ടുവന്ന പുതിയ പ്രിയപ്പെട്ട സഹാബികൾ പുറകിൽ നിന്നവർ കാണുകയാണ്. ആരാ ഓടുന്നത്? പിടിയടാ പിടിയടാ എന്ന് പറഞ്ഞ് പള്ളിക്കകത്തിറന്ന് പൊട്ടിക്കരന്ന് സഹാബത്ത് ഇറങ്ങി ഓടുകയാണ്. അബൂലുഹബ് സാളുകൊണ്ട് മുഖം മറച്ചിട്ട് കത്തി കൊണ്ടിങ്ങനെ വിരട്ടുകയാ. ചില സഹാബത്തിന്റെ ശരീരത്തിന് പോറലേൽപ്പിച്ചുകൊണ്ട് മടങ്ങി പോവുകയാ. എല്ലാവരും ഓടി വരികയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് പകരം മറ്റൊരാൾ ഇമാമത്ത് നിന്നുകൊണ്ട് നിസ്കാരം നിർവഹിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിലൂടെ നെഞ്ചിലൂടെ രക്തം ഇങ്ങനെ പുറത്തു വരികയാണ്. ബോധം നഷ്ടപ്പെട്ടു പോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം കഴിഞ്ഞ് സഹാബത്ത് എടുത്തുകൊണ്ട് വന്ന് കിടത്തുകയാണ്. അവസാനം വെള്ളം ഇങ്ങനെ മുഖത്ത് കുടഞ്ഞ് വായിൽ വെള്ളമൊഴിച്ച് ഉമർ റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നപ്പോ ആദ്യമായി ചോദിച്ചതെന്തെന്നറിയോ? എന്നെ കുത്തിയവനെ പിടിക്കാൻ പറഞ്ഞില്ല. ആരാണ് കുത്തിയതെന്ന് ചോദിച്ചില്ല. പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദ്യമായിട്ട് ചോദിച്ചതെന്നറിയോ? ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന നിസ്കാരം നിങ്ങൾ എങ്ങനെയാണ് പൂർത്തിയാക്കിയതെന്നാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, താരിഖു സ്വലാത്ത് ഖാരിജുൻ മിനൽ ഇസ്ലാം. നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ സ്ഥാനമില്ല.
അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിച്ചു തീർത്തതെന്ന് ചോദിച്ചു പോരെങ്കിൽ പട്ടാഭിയുടെ പരിസരത്തിൽ അവസാനവാക്കം എവിടെ വന്നാലും തിങ്ങി നിറഞ്ഞ സരസിലേക്ക് ഓടിക്കൂടുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് മുഹറവടം നിസ്കരിച്ചത്, ഇന്ന് അസറവടം നിസ്കരിച്ചത്, ഇന്ന് മഗ്‌രിബവടം നിസ്കരിച്ചത്, എന്റെ പ്രിയപ്പെട്ടവരെ ആരും നമ്മുടെ കൂടെ വരൂല. ആരാണ് ഈ പറയുന്നതെന്നറിയോ? പ്രാണത്തിലും ദേഹാരത്തിലും ആദ്യമായിട്ടത് ചോദിച്ചു പോരെങ്കിൽ ഈ സരസിൽ എന്തുകൊണ്ട് തീരുമാനിക്കണം? ഇന്ന് മുതലല്ലോ ഒരു വർഷത്തെ പോലെ കലാക്കൂല അല്ലോ. ഇന്ന് വരെ നിങ്ങളുടെ തീരുമാനമെടുത്തതിനേക്കാൾ ഒരു വലിയ തീരുമാനമായിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പലർക്കും നിസ്കാരം ഒഴിവായിപ്പോയി. എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങൾ പലരും പറയുന്ന ഉസ്താദ് വാക്കയുടെ വാദ കേൾക്കാൻ ആലിമീങ്ങളില്ല, തങ്ങന്മാരില്ല, ശൈഖന്മാരില്ല, ആരും വേണ്ട. അവരെ വിളിച്ചിരുത്തി അടിയുണ്ടാക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് നിങ്ങളെപ്പോലെ ഇരിക്കുന്ന ആയിരക്കണക്കാരെ ചെറുപ്പക്കാരെ സുജൂദ് പാഴാക്കാതെ കാത്തു സൂക്ഷിക്കാനുള്ള വാദ് പറഞ്ഞു കൊടുക്കാനാണ്. നിങ്ങൾ സുജൂദ് ചെയ്യണം ചെറുപ്പക്കാരൻ. ലോകത്ത് എന്ത് സംഭവിച്ചാലും, എത്ര സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് വരട്ടെ, എന്തൊക്കെ പ്രയാസങ്ങൾ വരട്ടെ, വാപ്പ മരിച്ചു കിടക്കട്ടെ, മക്കള് മരിച്ചു കിടക്കട്ടെ, രോഗം കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടട്ടെ, ബാഗ് കെട്ടാൽ സുജൂദ് കിടിഞ്ഞിട്ട് എന്തുമുള്ളൂ എന്ന് തീരുമാനിക്കണം. ഇന്നു മുതൽ ഒരു വഖത്ത് നിസ്കാരം പോലും ഇൻഷാ അല്ലാഹ് ഞാൻ ഖലാഅൂല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ കൈ ഉയർത്തിയാൽ കണ്ണുനീരോടുകൂടി അവർക്ക് ഞാൻ ഒരു ദുആ തരാൻ പോവാണ്. ഈ സദസ്സിൽ ആമീൻ പറയാൻ നിങ്ങളോടൊപ്പം അല്ലാഹുവിന്റെ മാലാഖമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷി നിർത്തിയിട്ട് നിങ്ങൾ പറയണം, റൂഹ് പിരിയുന്നത് വരെ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും അല്ലാഹുവേ എനിക്ക് മരിക്കുന്നത് വരെ എന്റെ ബുദ്ധിസ്ഥിരതയുള്ള കാലം വരെ കിടന്നാൽ കിടന്നുകൊണ്ട്, ഇന്നാണെങ്കിൽ ഇരുന്നു കൊണ്ട് മരിക്കുന്നത് വരെ ഖലാ ഇല്ലാതെ നിസ്കരിക്കാൻ ഇന്ന് മുതൽ ഞാൻ തയ്യാറാണെന്ന് അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഈ സദസ്സിൽ നിന്നുകൊണ്ട് പറയാൻ മനസ്സുള്ളവരെന്ന് കൈ ഉയർത്തുക. അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ, അല്ലാഹു അവർക്ക് പൊരുത്തം കൊടുക്കട്ടെ. അല്ലാഹു സദസ്സിൽ നിന്നുകൊണ്ട് പാവപ്പെട്ടവന്റെ വാക്ക് കേട്ടുകൊണ്ട് കൈ ഉയർത്തിയ കൈ അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് പിടിപ്പിക്കണേ. കൗസർ കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, ഈ നെയ്യത്ത് നീ കബൂലാക്കണേ അല്ലാ. സമയം ഒരുപാട് വൈകിപ്പോയെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി, ബഹുമാനപ്പെട്ടവരുടെ വഫാത്തുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. റളിയല്ലാഹു തആല അൻഹു വെള്ളം വേണമെന്ന് പറഞ്ഞു. ആർക്കാണ് ദാഹിക്കാതിരിക്കുക? രക്തം ഒരുപാട് പോയാൽ, ഉടല് പുറത്തു വന്നാൽ ആർക്കാണ് ദാഹം വരാതിരിക്കുക? വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പോയിട്ട് അവിടെ കിട്ടുന്ന മുന്തിരി ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ ചാറ് കൊണ്ടുവന്നൊരു പാത്രത്തിലാക്കി വായിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോ വായിലൂടെ ഒഴിച്ചു കൊടുത്ത നീര് പൊത്തുപോയ വയറിന്റെ കുടലിന്റെ ഭാഗത്തൂടെ പുറത്തു വന്നപ്പോൾ പള്ളിയുടെ ചുറ്റും കൂടി നിന്നവരൊക്കെ നിലവിളി തുടങ്ങി, കരച്ചിൽ തുടങ്ങി. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നൽ മയ്യിത ലയുഅദ്ദിബു ഫീ ഖബ്രിഹി ലിബഖാഇ അഹ്ലിഹി. കരയല്ലേ, നിങ്ങളെ നിലവിളിക്കല്ലേ. നിങ്ങളെ നിലവിളിച്ചു പോയാൽ മരണപ്പെട്ട് ചെന്നാൽ എന്റെ ഖബറിലാണ് എനിക്കതിന്റെ ബുദ്ധിമുട്ട് കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് പോലും അത് മറന്നുപോയില്ല. പറഞ്ഞു കൊടുക്കാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉപദേശം പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയില്ല. മരണപ്പെട്ട് ചെന്നാൽ എന്റെ ഖബറിന്റെ കത്താവ് ഒരു വിഷമം എനിക്ക്, അതുകൊണ്ട് നിലവിളിക്കരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട മകനെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഉപ്പാക്ക് 86,000 ദിർഹം കടമുണ്ട്. ഞാൻ മരിക്കാൻ പോവാൻ. ഇന്നോ നാളെയോ ഞാൻ മരണപ്പെട്ടു പോയാൽ കടബാധ്യതയുള്ളവന്റെ ഖബറിലേക്ക് ആരെന്ത് ചെയ്താലും അല്ലാഹു എത്തിക്കുകയില്ല. 86,000 ദിർഹം കടമുണ്ട്, അത് മോനെ നീ തീർക്കണം. മോൻ ചോദിച്ചു, ഉപ്പാക്ക് 86,000 ദിർഹം കടം വന്നത് എങ്ങനെയാ? മക്കളെ നോക്കിയിട്ടല്ല, വീട് വെച്ചിട്ടല്ല, വാഹനം എടുത്തിട്ടല്ല, എങ്ങനെയാണ് ഉപ്പ 86,000 ദിർഹം കടം വന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മോനെ, പാവപ്പെട്ടവരെ ഞാൻ സഹായിച്ചു, വീട് വെച്ചു കൊടുത്തു, അവരെ സംരക്ഷിച്ചു. എന്ത്? കടം മറിച്ചിട്ട്, പൈസ കടം വാങ്ങിയിട്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ, എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഫണ്ടിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ചെയ്തില്ല?
കാശുണ്ടായിരുന്നല്ലോ ഫണ്ടിൽ, നീ അത് എടുക്കാത്തതെന്തേ? അത് നിനക്ക് എടുക്കാൻ അർഹതപ്പെട്ടതാണല്ലോ, പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തതല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്ന, അബ്ദുറഹ്മാൻ, ഒരിക്കലും അതിൽ നിന്ന് കാശെടുക്കാൻ എന്റെ മനസ്സിന് അനുവദിച്ചില്ല. കാരണം ഞാൻ ഭയന്നു പോവുകയാണ്, പേടിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് പൊന്നുമോനോട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉപ്പാടെ കടം നമുക്ക് ഫണ്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വീടാം. ഉമർ റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ കിടന്നിട്ട് പോലും എഴുന്നേറ്റിരുന്നുകൊണ്ട് പറയുന്ന, വേണ്ട, ഫണ്ടിൽ നിന്ന് ബൈത്തുൽ മാലിൽ നിന്ന് പണമെടുത്തുകൊണ്ട് എന്റെ 1 രൂപയുടെ കടം പോലും നിങ്ങളാരും തീർക്കണ്ട. എന്റെ പൊന്നുമകൻ എനിക്ക് വാക്ക് തന്നാ മതി, എന്റെ പൊന്നുമകൻ എനിക്ക് വാക്ക് തന്നാ മതി എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്നിട്ടോ മോനെ വിളിച്ചിരുത്തിയിട്ട് അടുത്ത ഉപദേശം, ഏറ്റവും ലളിതമായ ഏറ്റവും വില കുറഞ്ഞ ഒരു വസ്ത്രം കൊണ്ടായിരിക്കണം ഈ ഉമറിന്റെ ശരീരം നീ പൊതിയാൻ. ആരോടാ പറയാ? ആരോടാണ് പറയുന്നത്? ഏറ്റവും ഈ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ വസ്ത്രം, എന്റെ ഈ വസ്ത്രമൊക്കെ മാറ്റിയിട്ട് ആ വസ്ത്രം കൊണ്ട് എന്നെ പൊതിയണം. എന്നിട്ട് എന്റെ മയ്യത്ത് എനിക്ക് അടക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമുണ്ട്, അതിന് നീ പോയി അനുവാദം ചോദിക്കണം. ആരോട്? ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയോട്. റളിയല്ലാഹുവിന്റെ മകൻ പോയി ആയിഷാ ബീവി റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഉപ്പ മരണപ്പെട്ടാൽ അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കിടക്കുന്നുണ്ട്, അതിന്റെ തൊട്ടരികിൽ കിടക്കാൻ അനുവാദം കൊടുക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ആയിഷാ ബീവി റളിയല്ലാഹുവിനെ കരഞ്ഞുകൊണ്ട് സമ്മതം മൂളി ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് സമ്മതിച്ചിരിക്കുകയാണ്. നീ എന്ത് ചോദിച്ചു മോനെ? ഖലീഫ ഉമർ മരണപ്പെട്ടാൽ അവിടെ അടക്കാൻ സ്ഥലം തരുമോ എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, ഖലീഫ എന്ന് പറയരുത്. ഖലീഫ എന്ന് ഇനി എന്നെ കുറിച്ച് പറയാൻ കഴിയില്ല, ഇനി എനിക്ക് ഭരണം നടത്താൻ കഴിയില്ല. അതുകൊണ്ട് ഉമർ എന്ന് പറയുക. സാധാരണക്കാരനായ ഉമറിന്റെ ശരീരം എന്ന് ചോദിക്കാൻ വീണ്ടും പറഞ്ഞു. രണ്ടാമത് എന്നപ്പോൾ കരഞ്ഞുകൊണ്ട് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇനി എന്നോട് ചോദിക്കരുത്, സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് സമ്മതിച്ചെന്ന് പറഞ്ഞു മടങ്ങി വന്നപ്പോൾ മോനോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതെന്തെന്നറിയുമോ? തന്റെ കൈ ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറയുന്ന, മോനെ, ഈ കയ്യിലാണടാ വാളും പിടിച്ചുകൊണ്ട് മുഹമ്മദിന്റെ തലയെടുക്കാൻ വേണ്ടി മക്കയുടെ വിരുമാറിലൂടെ ഞാൻ പരക്കം താഞ്ഞോടിയത്. അതുകൊണ്ട് എനിക്കവിടെ കിടക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടക്കുന്ന പോലെ എന്റെ ഹബീബിന്റെ ചാരത്ത് എന്റെ അബൂബക്കറിന് കിടക്കാം. കാരണം എന്റെ അബൂബക്കർ കുഞ്ഞുനാട് മുതൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയാണ്, പുന്നാര നബി തങ്ങളുടെ വലം കൈയാണ്, ഹബീബിന്റെ കൂടെ ഹിജറ പോയ ആളാണ്. എന്തോരെല്ലാ സൗഹൃദം, എന്തൊക്കെ ബന്ധങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവർ പാവപ്പെട്ടവരാ, ഉമർ മുഹമ്മദ് നബിയുടെ തലയെടുക്കാൻ വേണ്ടി ഓടി നടന്നവരാ, ഉമർ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കഴുത്ത് ജനിച്ചു കൊണ്ടവരാ. അതുകൊണ്ട് ലോകത്തിന്റെ നായകന്റെ ചാരത്ത് കിടക്കാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് മറിഞ്ഞിട്ട് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ പിരിമുമ്പിൽ കൊണ്ടുവച്ചിട്ട് അവസാനം ഒരു പ്രാവശ്യം കൂടി അനുവാദം ചോദിക്കുക. ആ സമയത്ത് അനുവാദം തന്നെങ്കിലും മാത്രം അടക്കുക, ഇല്ലെങ്കിൽ എന്നെ സാധാരണ മുസ്ലിങ്ങൾ അടക്കുന്ന സ്ഥലമുണ്ടല്ലോ മദീനയിൽ, ആ സ്ഥലത്ത് കൊണ്ടുപോയി ഖബർ വെട്ടിയിട്ട് ഉമറിനെ അവിടെ അടക്കിക്കോ, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഈ ലോകത്തോട് നമുക്ക് കാണിച്ചു തന്ന മാതൃകയെ മറക്കാൻ വന്നു വരുന്ന പ്രിയപ്പെട്ട സമുദായമേ നമ്മൾ മറക്കരുത് കേട്ടോ. ആ ബഹുമാനപ്പെട്ടവർ തന്നെ കിടത്തിയിരിക്കുന്ന പൊന്നുമോനോട് പറയുകയാ, മോനെ, നിന്റെ മടിയിൽ നിന്ന് ഉപ്പാന്റെ തലയൊന്നിറക്കി നിലത്ത് വെക്കുമോ? മടിയിൽ നിന്ന് ഇറക്കി നിലത്ത് വെക്കുമോ? അവൻ ചോദിച്ചെന്തിനാ? ഉപ്പച്ചു ഒന്ന് തറയിൽ കിടക്കട്ടെ. തറയിലേക്ക് കിടന്നിട്ടുള്ളൂ, ഞാനൊന്ന് കിടക്കട്ടെ. അങ്ങനെ കിടന്നു മരിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുളച്ചു നിൽക്കുന്ന ചെറിയ ഒരു പച്ചില ചെടിയെ ഒടിച്ചെടുത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ, എന്നെ നീ ഉമറാക്കുന്നതിന് പകരം ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത്, ഭൂമിയുടെ തൊലിക്ക് പുറത്ത് മുളച്ചു നിൽക്കുന്ന ഒരു പച്ചിലയാക്കിയാൽ മതിയായിരുന്നല്ലോ. ഒന്നും എനിക്ക് പേടിക്കണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പോ എനിക്ക് പേടിച്ചേ പറ്റൂ. ഞാൻ ഭരണം നടത്തി, ഞാൻ അധികാരം നടത്തി, ഇതിനൊക്കെ അല്ലാഹുവിന്റെ മുന്നിൽ
ചോദ്യമുണ്ടല്ലോ. ആ സമയത്ത് ഒരാൾ അടുത്ത് ചെന്നിരുന്നു, ചോദിച്ചു, അടുത്ത ഭരണാധികാരി ആരാണെന്ന് അവിടെ നിന്ന് തന്നെ പറയണം. റളിയല്ലാഹു തആല കുറെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരാൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അതിന് സംശയം എന്താ, ഉമറിന്റെ മകൻ തന്നെയാണ്. പറഞ്ഞ ഉടനെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഉമർ റളിയല്ലാഹുവിനെ ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ്, വാപ്പ മരിച്ചാലും മകൻ ഭരണം നടത്താനുള്ള കച്ചവടമല്ല ഇത്. നിങ്ങൾക്ക് സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ തിരഞ്ഞെടുക്കണം. ചില സ്ഥലങ്ങൾ എങ്ങനെയാണല്ലോ, വാപ്പ മരിച്ചാൽ പിന്നെ മകൻ അല്ലേ, വാപ്പാടെ പവർ മകൻ ഉണ്ടാകണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ എന്നിട്ടറാ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോ കൊണ്ടുവന്ന റസൂലുള്ളാഹിയുടെ ചാരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് കൊണ്ടുവന്ന് നടത്തിയില്ലേ? അവർക്കെല്ലാവരും ഇവിടെ കിടക്കാനുള്ള യോഗ്യത പിന്നെ ലോകത്താർക്കാണ് അല്ലാഹു കൊടുക്കുന്നത്? പുന്നാര നബി തങ്ങളുടെ വലം കൈയും അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇടം കൈയുമായി ആ പ്രിയപ്പെട്ട സഹാബികളുടെ മസ്ജിദ് നബവിയിൽ കിടക്കുമ്പോ, അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ആ പുണ്യഭൂമിയിലൊന്ന് ചെല്ലാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. 11 സ്വലാത്ത് ചൊല്ലി മനോഹരമായ കുറച്ച് ബൈത്ത് മുഴുവനും ചെല്ലാൻ സമയം ഒരുപാട് വൈകി. കുറച്ച് ബൈത്ത് ചൊല്ലി ദുആ ചെയ്യാൻ പോവാണ്. ആ ദുആഇന് മുമ്പ് ഇൻഷാ അല്ലാഹ് പവക്കോട് പള്ളിയുടെ പരിസരത്ത്, ഖബർസ്ഥാനിന്റെ പരിസരത്ത് ഒരു പള്ളി വെക്കാൻ ഒരു 10,000 രൂപ ഒരാളൊന്ന് എഴുന്നേറ്റ് പറയണം. പിരിവല്ല. ഞാൻ പെട്ടെന്ന് നിർത്തിയിട്ട് ദുആ ചെയ്യാൻ പോകുമ്പോൾ അതിന് ഇത്രയും നേരം ഞാൻ വാതു പറഞ്ഞു, ഒരല്പം പോലും വിശ്രമിക്കാതെ ഒന്നിരിക്കാതെ ഇത്രയും വാതു പറഞ്ഞത് നിങ്ങൾ ഇത്രയും പേര് വിഷയം പൂർത്തീകരിച്ച് കേൾക്കണമെന്ന കൊതിയുള്ളത് കൊണ്ടാണ്. അതിനോട് താല്പര്യം കാണിച്ച് പള്ളി വെക്കാൻ വേണ്ടി മാത്രം ചിലവഴിക്കാൻ ഒരു 10,000 രൂപ പിരിവിന് വേണ്ടി ഞാൻ മുതിരുന്നില്ല. പെട്ടെന്ന് ഞാൻ 1-2 സ്വതക്ക ചോദിക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരാളൊന്ന് കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. സംഘാടകർ വേഗം ചെല്ലണം, അവരുടെ പേരെഴുതി എടുത്തുകൊണ്ട് വരണം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, ആദ്യമായിട്ട് എഴുന്നേറ്റ് നിന്ന പ്രിയപ്പെട്ട പിതാവിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ഈ വിശാലമായ സദസ്സിന്റെ വലിയ പ്രാർത്ഥന നീ കൊടുക്കണേ അല്ലാ. എല്ലാ സദസ്സിലും ദുആ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ആരെങ്കിലും വേഗം പേര് ഒന്ന് പറയണം. വല്ലപ്പുഴയ്ക്കടുത്ത് ചൂരക്കോടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഫെബ്രുവരി 28-ാം തീയതി വാള്, ജനുവരിയിൽ വല്ലപ്പുഴ 26-ാം തീയതി വാള്, അതുപോലെ തന്നെ 27, 28 ഡിസംബർ മാസം തീയതിയിൽ ഇൻഷാ അല്ലാഹ്. പിന്നെ പാണ്ടിക്കാട് ആത്മാവും അസ്രായിലും എന്ന വിഷയത്തിന്റെ പരിപാടി ഇൻഷാ അല്ലാഹ്, ഒന്നും മറന്നു പോകരുത്. മാർച്ച് 18 പട്ടാമ്പി കീഴായുണ്ട്, കൊടുത്തോന്ന് അറിയില്ല, എന്നാലും പേര് എഴുതിയിട്ടുണ്ട്, നൗഷാദ് വാക്കുവിൽ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എത്തുക ആ മാർച്ച് 18. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അത് പറയാം. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരാളോട് പറയാം, സന്തോഷത്തിന് വേണ്ടി. ഈ ഭാഗത്ത് ആരെങ്കിലും സംഘാടകരുണ്ടോ? അവിടെ ഉണ്ടോ? നിർബന്ധമൊന്നുമില്ല കേട്ടോ. നല്ല വിശാലമായ ഇത്രയും ജനങ്ങളുടെ ആമീൻ, ഒരാമീന്റെ വർഗത്തിന് വേണ്ടിയിട്ട് പറയാം. ഒരാളുടെ ആമീൻ കൊണ്ട് അള്ളാഹു സ്വീകരിക്കും. ഒരാളോടൊന്ന് പറഞ്ഞു. സ്ത്രീകളുടെ ഭാഗത്ത് 2-3 സംഘാടകർ വേഗം ചെല്ലണം. വേഗം ചെന്നിട്ട് ഇൻഷാ അല്ലാഹ് ഒരു സ്വർണത്തിന്റെ മുട്ടെങ്കിലും, ഞാൻ അങ്ങനെ ചോദിക്കാൻ വേണ്ടി വന്നതല്ല, സംഘാടകർ പറഞ്ഞു ഉസ്താദിന്റെ വിഷമമുണ്ടെങ്കിൽ ചോദിക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി, അതുകൊണ്ട് ചോദിക്കണം. സ്ത്രീകളുടെ ഭാഗത്ത് വേഗം ചെന്നിട്ട് ഒരു സ്വർണത്തിന്റെ മുട്ടെങ്കിലും ഇൻഷാ അല്ലാഹ് കൊണ്ടുവരണം. ഒരു സ്വർണത്തിന്റെ മുട്ടെങ്കിലും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഒരാളെങ്കിൽ ഇത്രയും നിറഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്കിടയിൽ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി എല്ലാ സദസ്സിലും ദുആ ചെയ്യാം. റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞ് നമ്മൾ തീരുമാനിച്ച കൃത്യമായ നിസ്കാരം ഒരു വഖ്ത് പോലും ഖളാഅാക്കാതെ നിസ്കരിക്കാനുള്ള മനസ്സിന് വേണ്ടി മരണപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുസാഫഹത്ത് കിട്ടാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടി കൊടുത്തേക്ക്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വായിക്കല്ലേ കുറച്ച് വായിച്ചിട്ട് ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ ആ വിവരം പറയും. ആരെങ്കിലും പറയുകയാണെങ്കിൽ എഴുതിക്കൊണ്ടോ, അതിനെ പിരിക്കാനുള്ള നേരമില്ല നമുക്ക്. ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് രേഖപ്പെടുത്തി കൊണ്ടുവരിക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് പോയ സംഘാടകർ ഒരാണെങ്കിലും അങ്ങനെ പറയുന്ന പെണ്ണ് ഭാഗ്യവതിയാണ്. കാരണം ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സിലും ദുആ ചെയ്യും, മറക്കൂല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൊണ്ടൂർക്കരയിൽ ഒരു വലിയ പ്രോഗ്രാം 31-ാം തീയതി നടക്കുകയാണ്. ന്യൂ ഇയർ പ്രമാണിച്ച് മോശത്തരത്തിലേക്കൊന്നും പോകാതെ ബഹുമാനപ്പെട്ട ശരീഫ് ഫൈസി ഉസ്താദിന്റെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് 31-ാം തീയതി നല്ല ഒരു സ്വലാത്ത് മജ്ലിസും ദുആയും ഒക്കെ നടക്കുന്നു. അതിന് നിങ്ങൾ എല്ലാവരും എത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബഷീർ ആമയൂർ 10,000 രൂപ, സിദ്ദീഖ് 10,000 രൂപ, കുറ്റിക്കോട് മൂസ ഹാജി 10,000 രൂപ. സല്ലല്ലാഹു
അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ 10,000 രൂപ വീതം സ്വതക്ക പറഞ്ഞ ഈ 3 സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവയുടെ സാമ്പത്തികം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഭദ്രത കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. സർവ്വവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. ഈ വലിയ സദസ്സിന്റെ ദുആയുടെ ഫലമാ സഹോദരങ്ങൾക്ക് ആസ്വദിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഈ മഹത്തായ സംരംഭത്തിലേക്ക് ഗരുഡാ ജ്വല്ലറി അൽഹംദുലില്ലാഹ് 25,000 രൂപയാണ് സ്വതക്ക കൊടുത്തിരിക്കുന്നത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ ആ സഹോദരന്റെ സ്ഥാപനത്തെ നീ വളർത്തണേ അല്ലാഹ്. എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയി ഉപ്പാന്റെ പേര് ദുആ ചെയ്യാൻ, മക്കളുടെ രോഗം മാറാൻ, ഹാസിലാക്കാൻ ഇൻഷാ അല്ലാഹ് 3013 രൂപ ഒരു സഹോദരൻ ഇബ്രാഹിം തേക്കുംമല 10,000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ വലിയ സദസ്സിന്റെ സ്വലാത്ത് സ്വീകരിച്ചുകൊണ്ട് ഈ സദസ്സിന്റെ ആമീനെ പരിഗണിച്ചുകൊണ്ട് ഈ സ്വതക്കകളെ സ്വീകരിക്കണേ അല്ലാഹ്. 10,000, 3,000, 5,000 ഇതിന്റെ പള്ളിക്ക് വേണ്ടി പറഞ്ഞ സ്വതക്ക കബൂലാക്കിയിട്ട് എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. 2 സഹോദരിമാർ ചേർന്ന് ഒരു സ്വർണ്ണാഭരണവും 600 രൂപയും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ ആ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ വിശാലമാക്കണേ അല്ലാ. മലബാർ സൂപ്പർ മാർക്കറ്റ് 10,000 രൂപ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ മനോഹരമായ ഖബർസ്ഥാനിന്റെ അടുത്തൊരു പള്ളി വെച്ച് ബറക്കത്താകാൻ വേണ്ടി ചെയ്ത ഈ സ്വതക്കയെ സ്വീകരിക്കണേ അല്ലാ. അവരെ വിഷമങ്ങളും അവരെ നൊമ്പരങ്ങളും അവരുടെ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. കറുകപ്പുത്തൂരിൽ ഇൻഷാ അല്ലാഹ് ജനുവരി മാസം ആദ്യം 4-5 തീയതികളിൽ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നുണ്ട്. മുത്തുനബി മനസ്സിൽ നിറയുമ്പോൾ എന്ന പുതിയ വിഷയമാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട മുത്തുനബി മനസ്സിൽ നിറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരെയൊക്കെ നിറച്ചിട്ടുണ്ടോ അവരെയൊക്കെ മാറ്റി മുത്തുനബി ആക്കാനുള്ള ഒരു ശ്രമമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വലിയ പരിപാടിയാണ്. പാണക്കാട് തങ്ങന്മാരൊക്കെ ഉണ്ട്. എല്ലാവരും അതിന് സഹകരിക്കണം. അതുപോലെ ഇൻഷാ അല്ലാഹ് ഇരിങ്കുറ്റൂർ എന്ന് പറയുന്ന മഹല്ലങ്കണത്തിൽ 8-ാം തീയതി ഈ വിനീതന്റെ പ്രഭാഷണം, 7-ാം തീയതി പിന്നെ മുഹീദ്ദീൻ ഉദവിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് എന്റെ വിഷയം പരലോകത്തെ പാരിതോഷികമാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ 10,000 രൂപ, ഒരു സഹോദരി ഒരു ചെറിയ സ്വർണ്ണാഭരണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്.